രണ്ടാമത്തത് നോക്ക് നിങ്ങൾ, ദുആഉ നജ്ലി, സന്താനങ്ങളുടെ പ്രാർത്ഥനയാണ്. അതവരുള്ള കാലത്തെ ഉണ്ടാകൂ, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. മക്കൾ ഉണ്ടാകുന്ന കാലത്തല്ലേ ദുആ ഉണ്ടാകൂ. അവര് മരണപ്പെട്ടാലോ ദുആ നിലച്ചില്ലേ. പക്ഷേ ഇൽമ അങ്ങനെയല്ല. അതങ്ങനെ അതാ താവടിയായി താവടിയായി ഓരോ കണ്ണിയായി അങ്ങനെ മുന്നോട്ട് പോകുന്നു. അവസാനത്തെ മുഅ്മിൻ ഈ ഭൂമിയിൽ നിന്ന് വേർപിരിയുന്ന കാലം വരെ നിലനിൽക്കുന്ന വിഷയമാണ് ഇൽമ്. അതേ, അത്രയും കാലത്തോളമുള്ള ജീവിതത്തിലേക്ക് മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മഹത്വമാണത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഖർസുന്നഖ്ല്, മൂന്നാമത്തത് ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത്. വൃക്ഷം പോയാൽ അത് കഴിഞ്ഞില്ലേ. ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത്, ഒരാളതാ ഒരുപാട് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. അത് തെങ്ങാകാം, അതേ രൂപത്തിലുള്ള മറ്റു മരങ്ങളാകാം ഫലങ്ങൾ നൽകുന്നത്. എത്ര ഫലങ്ങൾ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരും അല്ലാത്തവരും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണോ നട്ടുപിടിപ്പിച്ചത് അയാൾക്കതിന്റെ സവാബ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് കാലഗതിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ അത് തീർന്നു. വസ്സദഖാതു തജ്രീ, നാലാമത്തത് ജാരിയായ സ്വതക്കയാണ്. അതിനാണ് വഖഫ് എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, ഉപയോഗം നടക്കുമ്പോൾ അതിനും ഉണ്ട് മൂല്യം. വഖഫ് ചെയ്തിരിക്കുന്നു ഒരു സ്ഥലം, ആ സ്ഥലത്ത് ചില ഉപകാരങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ സവാബ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് അത് കേസിലും കുലുമാലും പെട്ടാലോ അതങ്ങനെ കിട്ടും, അതങ്ങനെ നിൽക്കും. ഒരു ഭാഗത്തേക്കും ഉപകാരം നിലക്കാത്ത രൂപത്തിലേക്ക് അങ്ങനെയും പോകും. സുബ്ഹാനല്ലാഹ്, ജാരിയായ സ്വതഖ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വഖഫാണ്.